അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരെ. ഇന്ന് നമുക്ക് അദ്ദറസു സാമിനു എട്ടാമത്തെ പാഠം പഠിക്കാം. ഇലൽ ഹദീഖത്തി തോട്ടത്തിലേക്ക് എന്നാണ് ആ പാഠം. നിങ്ങൾ നോക്കൂ, ആ ചിത്രത്തിൽ നല്ല നല്ല പഴങ്ങളും പക്ഷികളെയൊക്കെ കാണലേ, രസകരമായ പൂക്കളെ കാണാം, പഴങ്ങൾ കാണുന്നുണ്ട്, പക്ഷികളെ കാണുന്നുണ്ട്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അറബിയിൽ നിറങ്ങൾക്ക് പറയുന്ന പേരുകളാണ്. ഓരോ നിറങ്ങൾക്കും അറബിയിൽ എന്താണ് പറയുക, എന്താണ് അവയ്ക്ക് പറയുന്ന പേരുകൾ, അതാണ് പ്രധാനമായി നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അറബി ഭാഷാ ശൈലിയും നോക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദറസു താമിനു എട്ടാമത്തെ പാഠം ഇലൽ ഹദീഖത്തി തോട്ടത്തിലേക്ക്. രണ്ട് കൂട്ടുകാരെ ചിത്രങ്ങളുണ്ട്, അതിൽ ശ്രദ്ധിച്ചു നോക്കൂ. റഹല പോയി, ഷബീർ പോയി, മാ സ്വദീഖിഹി തൻ്റെ കൂട്ടുകാരൻ, അനീസിൻ്റെ കൂടെ, ഫി യൗമിൽ അഹദി ഞായറാഴ്ച ദിവസം, ഇലൽ ഹദീഖത്തി തോട്ടത്തിലേക്ക്. വ ജറാ ബൈനഹുമ അവർക്കിടയിൽ ഉണ്ടായി, ഹിവാറുൻ ഒരു സംഭാഷണം. രണ്ടാൾ പോയിട്ട് രണ്ടാളുള്ളൊരു സംസാരം, പരസ്പരമുള്ളൊരു സംഭാഷണം. ഷബീർ പറയാണ്, ഹൽ തറ നീ കണ്ടോ, തിൽക്ക ഷജറ ആ മരത്തെ. ഷബീർ കണ്ടില്ലേ, ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കുന്നു, ഹൽ തറ തിൽക്ക ഷജറ ആ മരം നീ കണ്ടോ, അലൈഹ ഹുറാബുൻ അതിന്മേ ആ മരത്തിൽ കാക്കയുണ്ട്. എന്താണതിൻ്റെ നിറം എന്നറിയോ? അസ്വദു കറുത്ത കാക്കയുണ്ട് അതിൽ. വലക്കിലക്കുൻ കൊക്കുണ്ട്, കണ്ടില്ലേ കൊക്കുണ്ട്, അബിയതു വെളുത്ത കൊക്ക്. അജബിനി എന്നെ അത്ഭുതപ്പെടുത്തി, ദാലിക്കൽ മന്ദർ ആ കാഴ്ച എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ അനീസ് പറയാണ്, നഅം അതെ, ബൽ പക്ഷേ, അജബനി എന്നെ അത്ഭുതപ്പെടുത്തിയത് ത്വാഇറുൽ അസ്ഫറു ആ മഞ്ഞപ്പക്ഷിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ത്വാഇറു ഈ മഞ്ഞപ്പക്ഷി, ത്വാഇറുൽ അസ്ഫറു ഈ മഞ്ഞപ്പക്ഷി, അസ്ഫർ മഞ്ഞ, ത്വാഇർ പക്ഷി. വദാലിക സഹ്റു ആ പൂവുമാണ്. ഏതാണ് ആ പൂവ്? അൽ അസ്റഖ് ആ നീലപ്പൂവുമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അപ്പൊ ഷബീർ പറയാ, നോക്കൂ റഅയ്തു തമാത്തിമൻ ഞാൻ തക്കാളി കണ്ടു, അഹ്മറ ചുവന്ന തക്കാളി, വബാമിയ വെണ്ടക്ക കണ്ടു, വെണ്ട അഹ്ലറ പച്ച വെണ്ട, ആദിഹി അൽവാനുൻ മുഖ്തലിഫ ഇത് വ്യത്യസ്തങ്ങളായ നിറങ്ങളാണ്, ആദിഹി ഇത് അൽവാനൻ നിറങ്ങളാണ്, മുഖ്തലിഫത്തുൻ വ്യത്യസ്തങ്ങളായ നിറങ്ങൾ. അനീസ് പറയാണ്, കുല്ലുഹ അത് മുഴുവനും, മിൻ അജാഇബി ഖൽഖില്ലാഹി തആല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതമാണ്. കുല്ലുഹ അവ മുഴുവനും, മിൻ അജാഇബി അത്ഭുതത്തിൽപ്പെട്ടതാണ്, ഖൽഖില്ലാഹി തആല അള്ളാഹു തആലയുടെ സൃഷ്ടിപ്പിൻ്റെ. അപ്പം ഷബീർ പറയാണ്, അലൈന നമ്മുടെ മേൽ ബാധ്യതയാണ്, അന്നഷ്കുറല്ലാഹ അള്ളാഹുവിനക്ക് നന്ദി ചെയ്യുക, ശുക്രല്ലില്ല അള്ളാഹ്ക്ക്, അന്നഷ്കുറല്ലാഹ ശുക്രല്ലില്ല അള്ളാഹ്ക്ക് നമ്മൾ ശുക്ർ ചെയ്യൽ നമ്മളുടെ വലിയ ബാധ്യതയാണ്. ഇനി വർക്കുകളാണ്, നോക്കൂ. നക്രോ നമുക്കൊന്ന് വായിച്ച് നോക്കാം. കൂബുൻ അബിയതു വെള്ള കോപ്പ, വെളുത്ത നിറത്തിലുള്ള കോപ്പ. ബഹ്റുൻ അസ്റഖു നീലസമുദ്രം, നീലക്കടൽ. ഖമീസുൻ അസ്വദു വെളുത്ത വസ്ത്രം, വെള്ള വസ്ത്രം. മൗസുൻ അസ്ഫറു മഞ്ഞ നിറത്തിലുള്ള പഴം, മഞ്ഞപ്പഴം. വറക്കുൻ അഹ്ദറു പച്ച ഇല. തുഫാഹുൻ അഹ്മറു ചുവന്ന ആപ്പിൾ. ഇത് നമ്മൾ പരിഭാഷപ്പെടുത്താണ്, നുതറജ്ജിം പരിഭാഷപ്പെടുത്തുക, അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക്, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക. കലമുൻ അഹ്മറു ചുവന്ന പേന, കലമുൻ പേന, അഹ്മറു ചുവന്ന പേന. മാഞ്ച മാങ്ങ, മാഞ്ച അഖ്ദർ പച്ച മാങ്ങ.
റഅയ്തു ഞാൻ കണ്ടു ഫീലൻ അസ്വദ കറുത്ത ആനയെ. റഅയ്തു ഫീലൻ അസ്വദ കറുത്ത ആനയെ ഞാൻ കണ്ടു. അഅജബനി എന്നെ ആശ്ചര്യപ്പെടുത്തി അത്ഭുതപ്പെടുത്തി ദാലിക്കത്വായിർ ആ പക്ഷി. അഅജബനി ദാലിക്കത്വായിർ ആ പക്ഷി എന്നെ അത്ഭുതപ്പെടുത്തി. ഇനി അറബിയിലേക്കാക്കണം. മലയാളം അവിടെ തന്നിക്കണിഞ്ഞ ഞാൻ കറുത്ത പൂച്ചയെ കണ്ടു. അറബി മലയാളത്തിൽ എഴുതിയുണ്ടല്ലേ, അതേപോലെയാണ് നമ്മൾ എഴുതേണ്ടത്. അറബി മലയാളത്തിൽ എന്തിനാണ് എഴുതുന്നത്? നമുക്ക് അറബി അക്ഷര രൂപത്തിലാണ്. അപ്പോൾ അറബി എഴുത്തൊന്നും കൂടി ഭംഗിയാവും. ഞാൻ കറുത്ത പൂച്ചയെ കണ്ടു. അപ്പോൾ ഞാൻ കണ്ടു. റഅയ്തു എന്തിനെ കണ്ടു? ഖിത്തൻ പൂച്ചയെ കണ്ടു. അസ്വദ കറുത്ത. അപ്പോൾ റഅയ്തു ഖിത്തൻ അസ്വദ ഞാൻ കറുത്ത പൂച്ചയെ കണ്ടു. അടുത്തത് ഷബീർ വെള്ളക്കുപ്പായം ധരിച്ചു. അപ്പം ധരിച്ചു എന്ന് വേണം. ലബിസ ധരിച്ചു. ആരാ ധരിച്ചത്? ഷബീർ ധരിച്ചു. എന്തിനാ ധരിച്ചത്? കുപ്പായം. ഖമീസ് എന്ത് നിറത്തിലുള്ള? അബിയദ. അപ്പം ലബിസ ഷബീറുൻ ഖമീസൻ അബിയദ. ലബിസ ഷബീറുൻ ഖമീസൻ അബിയദ. എനിക്ക് ചുവന്ന പേന ഇഷ്ടമായി. അഹബ്ബനി എനിക്കിഷ്ടമായി. കലമുൻ അഹ്മറ ചുവന്ന പേന. ഇനി അടുത്തവർക്ക് നോക്കൂ. നസ്ലു ബിൽ മുനാസിബി യോജിച്ചതിലേക്ക് ചേർത്തി കൊടുക്കണം. ആദ്യം നമുക്ക് അതിൻ്റെ മധ്യഭാഗത്തിൽ എഴുതിയ എഴുത്തുകളും അതിൻ്റെ അർത്ഥവും ഒന്ന് പറയാം. സഹ്റുൻ അഹ്മറു ചുവന്ന പൂവ്. ഖിത്തുൻ അസ്വദു കറുത്ത പൂച്ച. കലമുൻ അസ്റഖു നീല പേന. ഹിസാനുൻ അബിയദു വെള്ളക്കുതിര. ത്വായിറുൻ അസ്ഫറു മഞ്ഞപ്പക്ഷി. ബബ്ആഉൻ അഖ്ദറു പച്ചത്തത്ത. അപ്പോൾ സഹ്റുൻ അഹ്മറു എന്നത് ഒന്നാമത്തതിലേക്ക് തന്നെ ഇങ്ങോട്ട് നീക്കി വരച്ചു കൊടുക്കുക. ഖിത്തുൻ അസ്വദ് എന്നത് ആ കറുത്ത പൂച്ചയിലേക്ക് വരച്ചു കൊടുക്കുക. കലമുൻ അസ്റഖു എന്നുള്ള നീലപ്പേന എന്നുള്ളത് അതിലേക്ക് വരച്ചു കൊടുക്കുക, പേനയിലേക്ക്. ഹിസാനുൻ അബിയദു എന്നുള്ള മേലെയുള്ള കുതിരയിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ത്വായിറുൻ അസ്ഫറു എന്നുള്ളത് മഞ്ഞപ്പക്ഷി എന്നുള്ളത് ഈ താഴോട്ട് ഇടതു ഭാഗത്തേക്ക് വരച്ചു കൊടുക്കുക. ബബ്ആഉൻ അഖ്ദറു വലതുഭാഗത്ത് മേലോട്ട് വരച്ചു കൊടുക്കുക തത്തയിലേക്ക്. കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. ഇനി നോക്കൂ. നഖ്താറു വ നക്തുബു. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിറങ്ങളാണ്. അതോടൊപ്പം ഒരുപാട് പദങ്ങൾ അർത്ഥങ്ങൾ പഠിച്ചു വെക്കുകയും വേണം. ഒരുപാട് പക്ഷികളെ മൃഗങ്ങളെ ഒക്കെ പേരുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക. വളരെ 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 നിങ്ങൾക്ക് അറബി പഠിക്കൽ എളുപ്പമാവും. ഇനി നഖ്താറു നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക. വ നക്തുബ് എന്നത് നമ്മൾ തന്നെ എഴുതുക. ബ്രാക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് യോജിച്ചത് ഇങ്ങോട്ട് എടുത്ത് എഴുതണം. നമുക്ക് ആദ്യം നിന്ന് വായിച്ചു വെക്കുക. ഉന്നുർ നീ നോക്ക്. ഹാദ ഇത് ഡാഷ് അഹ്മർ ചുവന്നതാണ്. ബ്രാക്കറ്റുള്ളത് ഖിയാറുൻ കക്കരിക്ക. സൂമുൻ ഉള്ളി വെളുത്തുള്ളി. തൊമാത്തിമുൻ തക്കാളി. അപ്പോൾ നമ്മൾ ഉന്നുർ നീ നോക്ക്. ഹാദ തൊമാത്തിമുൻ അഹ്മറു ഇത് ചുവന്ന തക്കാളിയാണ്. ഷാഹദ ജാസിമുൻ ബബ്ആ ജാസിമ് തത്തയെ കണ്ടു. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന അഹ്മറ ചുവന്ന, അസ്വദ കറുത്ത, അഹ്ലറ പച്ച. അപ്പോൾ ഷാഹദ ജാസിമുൻ ജാസിമ് കണ്ടു ബബ്ആൻ അഹ്ലറ പച്ച തത്തയെ. ഇനി നോക്കൂ. അലശജറത്തി മരത്തിലുണ്ട് ഡാഷ് അബിയദു വെളുത്ത എന്തോ ഒന്ന് അല്ലേ, വെള്ള. ലക്കുൻ കൊക്ക്. ഉറാബുൻ കാക്ക. ഫീലുൻ ആന. അപ്പം അലശജറത്തി മരത്തിലുണ്ട് ലക്കുൻ അബിയദു വെള്ളക്കൊക്ക്. ലൗനുൽ ഉറാബി കാക്കയുടെ നിറം. അഹ്മറു ചുവപ്പ്. അസ്ഫറു മഞ്ഞ. അസ്വദു കറുപ്പ്. അപ്പം ലൗനുൽ ഉറാബി കാക്കയുടെ നിറം. അസ്വദു കറുപ്പ്. അപ്പം കറുപ്പാണ് കാക്കയുടെ നിറം. ലൗനുൽ ഖുറാബി അസ്വദു. ഇനി ആ ലാസ്റ്റ് പറയുന്നു. ലാസ്റ്റിലെ പേജ് എടുക്കൂ. ഇതിൽ പറയുന്ന 40ാമത്തെ പേജ്. അൽ മുഫ്രദു അൽ ജമ്മു ഏകവചനവും ബഹുവചനവും. ഒന്ന് രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ. അൽ മുഫ്രദു ത്വായിറുൻ പക്ഷി.
പക്ഷികൾ എന്നെങ്ങനെ പറയാം? തുയൂറുൻ പക്ഷികൾ. സഹ്റുൻ പൂവ്, പൂക്കൾ എന്നെങ്ങനെ പറയും? അസ്ഹാറുൻ. ഷജറുൻ വൃക്ഷം, വൃക്ഷങ്ങൾ എന്നെങ്ങനെ പറയും? അഷ്ജാറുൻ. സ്വദീഖുൻ ഫ്രണ്ട്, അപ്പോൾ ഫ്രണ്ട്സ് എന്നെങ്ങനെ പറയും? അസ്തികാഉൻ. സ്വദീഖുൻ കൂട്ടുകാരൻ, അസ്തികാഉൻ കൂട്ടുകാരൻ, അഥവാ ഫ്രണ്ട്, ഫ്രണ്ട്സ്. അൽ മുഫ്രദു അൽ ജമു, വീണ്ടും ഇപ്പുറത്ത്. ലൗനുൻ നിറം, കളർ, കളേഴ്സ്. അൽവാനുൻ നിറങ്ങൾ, കളേഴ്സ്. ഫാക്കിയത്തുൻ ഫ്രൂട്ട്, ഫവാക്കിയുൻ ഫ്രൂട്ട്സ്. പഴങ്ങൾ, പഴം, പഴങ്ങൾ. ഫാക്കിയത്തുൻ പഴം, ഫവാക്കിയു പഴങ്ങൾ. മന്ദറുൻ ഷോ, കാഴ്ച. മനാദിറുൻ കാഴ്ചകൾ. അജീബത്തുൻ അത്ഭുതം, അജായിബു അത്ഭുതങ്ങൾ. ഇനി ഇവിടെ ഖുർആനിൽ 2 ആയത്തുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിറത്തിൻ്റെ അടിയിൽ, നിറം 2 നിറങ്ങളെ പറയുന്നുണ്ട്. ആ നിറത്തിൻ്റെ അടിയിലൊരു വരട്ടേക്ക. ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദ്. ഹത്താ യതബയ്യന ലക്കും, നിങ്ങൾക്ക് വ്യക്തമാവുന്നത് വരെ, അൽ ഖൈത്തു നൂല്, അൽ അബിയദു വെള്ള നൂല്, മിനൽ ഖൈത്തിൽ അസ്വദി കറുപ്പ് നൂലിൽ നിന്ന്. അപ്പോൾ അവിടെ 2 നിറങ്ങളുണ്ട്. ഒന്ന് അബിയദ്, മറ്റൊന്ന് അസ്വദ്. അടിയിൽ വരട്ടേക്ക. 2-ാമത്തെ ആയത്ത് അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ദരി നാറാ. അല്ലദീ ഒരാൾ, ജഅല ലക്കും മിനശ്ശജരി മരത്തിൽ അവൻ നിങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്നു, അൽ അഖ്ദരി പച്ച, അപ്പോൾ പച്ച വൃക്ഷത്തിൽ, നാറൻ തീയിന്, അപ്പോൾ അൽ അഖ്ദർ. പിന്നെ കഴിഞ്ഞു. താഴെന്ന് എഴുതാനാണ്. അഹ്മർ, അസ്വദ്, അബിയദ്, അസ്ഫർ, അസ്റഖ്, അഖ്ദർ. അത് വളരെ കൃത്യമായി അതിൻ്റെ മുകളിലൂടെ നിങ്ങൾ ഇങ്ങനെ വരച്ച് താഴെ അതുപോലെ എഴുതുക കേട്ടോ, ഭംഗിയായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഭംഗിയായി പാഠം പഠിക്കാൻ കഴിയട്ടെ. ഈ പാഠത്തെക്കുറിച്ചും തുടർന്നുള്ള ഈ പാഠത്തിലെ സംശയങ്ങളും തുടർന്നുള്ള പാഠത്തിൻ്റെ ക്ലാസ്സുകളും കിട്ടണമെങ്കിൽ വളരെ എളുപ്പ വഴിയുണ്ട്. ഈ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി.